നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി അത് ചേഞ്ച് ചെയ്യാൻ സമയമായി എന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? നമുക്കറിയാം, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണിലും നോൺ റിമൂവബിൾ ബാറ്ററിയാണ്. അതായത് അത് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെതായ ടെക്നീഷ്യനോ അല്ലെങ്കിൽ അതിൻ്റെതായ സർവീസ് സെൻറ്ററിലോ പോയാൽ മാത്രമേ അവർക്ക് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി അത് ഡാമേജ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സമയമായിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ഡാമേജ് ആയിട്ടുണ്ട് എന്ന്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ 100% ചാർജ് ചെയ്തു എന്ന് കരുതുക. എന്നിട്ട് നിങ്ങളിപ്പോൾ ഒരാൾക്ക് കോൾ ചെയ്യാണ്, കുറച്ചു നേരം സംസാരിച്ചു. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു യൂട്യൂബിലെ വീഡിയോ കാണുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമേ നിങ്ങൾ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഗെയിം കളിച്ചിട്ടുള്ളൂ. ഉടൻ തന്നെ 10% ഒക്കെ ചാർജ് കുറഞ്ഞതായിട്ട്, അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 10% ഒക്കെ ചാർജ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ സമയമായി എന്ന് നിങ്ങൾ കരുതണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മൊബൈലിൽ ഏകദേശം ഒരു 80% ചാർജ് ഉണ്ട് എന്ന് കരുതുക. എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉടനെ തന്നെ അത് സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ എത്ര % ചാർജ് കാണുന്നത്? 80 തന്നെയാണെങ്കിൽ വെരി ഗുഡ് ആണ്. ഇനി 79 ആണോ 78 ആണോ % കാണുന്നത്, അതും പ്രശ്നമൊന്നുമില്ല. പക്ഷെ 5% കുറഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട് എന്ന്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ മൊബൈലിൻ്റെ ബാക്ക് ഭാഗം, അതായത് ബാറ്ററിയുടെ ആ ഭാഗം പൊങ്ങി വരിക, ഇങ്ങനെ വീർത്ത് വരിക, അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ സമയമായിട്ടുണ്ട് എന്ന്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതെങ്ങനെ ചെക്ക് ചെയ്യാം? ഇപ്പോൾ സാംസങ് മൊബൈലിലൊക്കെ ഇൻബിൽട്ട് ആയിട്ട്, അതായത് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങളുടെ മൊബൈൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഇതിലൂടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഗുഡാണോ, വെരി ഗുഡാണോ, അല്ലെങ്കിൽ വെരി ബാഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ സമയമായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതെങ്ങനെ ബാറ്ററി ഹെൽത്ത് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ സാംസങ് മൊബൈലിലൊക്കെ മൊബൈലിൻ്റെ സെറ്റിങ്സിലൂടെ നമുക്ക് ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ടിപ്പം ബാറ്ററി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും മുകളിലുണ്ട്. പക്ഷേ ഇവിടെയല്ല, കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡയഗ്നോസ്റ്റിക്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2-3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും മുകളിൽ ഫോൺ ഡയഗ്നോസ്റ്റിക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഏറ്റവും മുകളിൽ കാണുന്ന ഓപ്ഷൻ, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫോൺ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് തന്നെ നിങ്ങൾക്ക് ബാറ്ററി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ലൈഫ് ഗുഡ് എന്ന് കാണിക്കുന്നുണ്ട്. ബാറ്ററി കപ്പാസിറ്റി 5000 mAh. ഇവിടെ നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. ഓക്കെ, അങ്ങനെ സാംസങ് പോലുള്ള മൊബൈലുകളിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ മൊബൈൽ സാംസങ് അല്ല എങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി കാണിക്കും. ഏറ്റവും മുകളിൽ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ താഴെ ഇടതുവശത്തേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഡോൺ അലോ ആണ് കൊടുക്കുന്നത്. ഈ ഒരു പെർമിഷനും ഞാൻ ക്യാൻസലാണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ മൊബൈൽ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട്. പക്ഷേ ഞാൻ ഇതിലൊന്നും പോകുന്നില്ല. ഇവിടെ താഴെ ഒരു 4-5 ടാബുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ടൂൾസ് എന്ന ഒരു ടാബ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു ടാബ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ബാറ്ററി ഇൻഫോ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. വോൾട്ടേജ്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ലെവൽ. കണ്ടോ, 73% എൻ്റെ ബാറ്ററി ലെവലുള്ളത്. അതുപോലെ തന്നെ സ്റ്റാറ്റസ്, പ്ലഗ്ഡ്, അതുപോലെ തന്നെ ഇവിടെ മാക്സിമം കപ്പാസിറ്റി, അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഹെൽത്ത് ഗുഡ് എന്ന്. അങ്ങനെ നമുക്ക് ബാറ്ററി ഹെൽത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ സമയമായോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ സമയമായോ ഇല്ലേ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.